SBIക്കും ഇന്ന് നിർണായക ദിവസമാണ്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്നാണ് വിവരം. ഉത്തരവ് വൈകിട്ട് 5 മണി വരെയാണ് സുപ്രീം കോടതി നൽകിയ സമയം. സീരിയൽ നമ്പർ ഉൾപ്പെടെ കൈമാറണമെന്ന് കോടതി പറയുമ്പോൾ ഇന്ന് എത്രത്തോളം നിർണായകമാണ് SBIയെ സംബന്ധിച്ചിടത്തോളം? നേരത്തെ തന്നെ രേഖകൾ ഹാജരാക്കിയപ്പോൾ ഇത് പോരാ എന്ന് കോടതി പറഞ്ഞിരുന്നല്ലോ. നിലവിൽ SBI തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ആരൊക്കെ പണം ബോണ്ടുകൾ വാങ്ങി, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന സ്വീകരിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. അതായത് അതുകൊണ്ട് തന്നെ ആർക്കൊക്കെ ആര് പണം നൽകി അല്ലെങ്കിൽ ബോണ്ട് പ്രകാരം പണം കൈമാറി എന്ന വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. അതിന് സീരിയൽ നമ്പറുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തുവിടേണ്ടതുണ്ട്. പക്ഷേ അത്തരമൊരു നീക്കം SBIയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. തുടർന്നാണ് കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ വലിയ വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. എല്ലാ രേഖകളും പുറത്തുവിടണം എന്നാണ് ബാങ്കിനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തത്. അത് പ്രകാരം ഈ എല്ലാ രേഖകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. 5 മണി വരെയാണ് SBIക്ക് ഏതായാലും സുപ്രീം കോടതി സമയം നൽകിയിട്ടുള്ളത്. മാത്രവുമല്ല, ഒരു വിശദമായ സത്യവാങ്മൂലം അതിനു മുമ്പായി കോടതിയിൽ 5 മണിക്ക് മുമ്പായി കോടതിയിൽ സമർപ്പിക്കണം എന്ന നിർദ്ദേശം കൂടി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഈ സീരിയൽ നമ്പർ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഏതൊക്കെ ബോണ്ടുകൾ, ആരൊക്കെ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകിയെന്ന വിവരങ്ങൾ ലഭ്യമാകും, പൊതുജനങ്ങൾക്ക് അറിയാൻ സാധിക്കും. മറിച്ച് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അത് ക്രോഡീകരിച്ചെടുക്കുക എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കിട്ടി, ഒപ്പം ആരൊക്കെ ബോണ്ടുകൾ വാങ്ങി എന്ന വിവരങ്ങൾ മാത്രമാണ് പൊതുമധ്യത്തിൽ ലഭ്യമായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ബോണ്ട് പ്രകാരം പണം ലഭിച്ച രാഷ്ട്രീയ പാർട്ടി BJP ആണ്. ഏറ്റവും കൂടുതൽ ബോണ്ടുകൾ വാങ്ങിയത് സാന്റിയാഗോ മാർട്ടിനാണ്. അതല്ലാതെ ഏതൊക്കെ വ്യക്തികൾ ഇത്തരത്തിൽ ഏതൊക്കെ പാർട്ടികൾക്ക് പണം നൽകിയെന്ന വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. അങ്ങനെ ലഭ്യമാകണമെങ്കിൽ ഈ സീരിയൽ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തുവിടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോടതി കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ വ്യക്തമായ നിർദ്ദേശം ബാങ്കിന് നൽകിയത്. അത് പ്രകാരം ഏതായാലും 5 മണിക്ക് മുമ്പ് SBI ഇന്ന് എല്ലാ രേഖകളും കമ്മീഷന് കൈമാറണം. സ്വാഭാവികമായും അതിന് തുടർ നടപടി എന്ന നിലയ്ക്ക് കമ്മീഷൻ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അതാണ്, അങ്ങനെ പ്രസിദ്ധീകരിക്കുമ്പോൾ ഈ സീരിയൽ നമ്പർ വഴി ആരൊക്കെ എത്രയൊക്കെ ബോണ്ട് നൽകിയിട്ടുണ്ട് എന്നതടക്കമുള്ള വിശദ വിവരങ്ങൾ പൊതുജനങ്ങളിലേക്ക് കൂടി എത്തുകയാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. ഇനി നമുക്ക് തെരഞ്ഞെടുപ്പ് വാർത്തകൾ കാണാം.